ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IIT ജാമിൻ്റെ കെമിസ്ട്രി 2023 ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ഫസ്റ്റ് സെക്ഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലത്തെ 10 മാർക്സിൻ്റെ 10 ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ സ്ട്രക്ചർ ഓഫ് Q ഇൻ ദ ഫോളോവിങ് റിയാക്ഷൻ. അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം കാർബോഹൈഡ്രേറ്റ്. എം എന്നുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്, വിച്ച് ഇസ് എൻ എനാൻഷ്യോമർ. പറഞ്ഞാൽ ഓൺലി വൺ എനാൻഷ്യോമർ മാത്രമേ ഉള്ളൂ. ഈ കാർബോഹൈഡ്രേറ്റ് വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് എക്സസ് ഫിനാൽ ഹൈഡ്രസിൻ എന്നിൽ കോമ്പൗണ്ട് ഉണ്ടാവും. നമ്മൾക്കറിയാം വെൻ കാർബോഹൈഡ്രേറ്റ് ഇസ് റിയാക്ടിങ് വിത്ത് എക്സസ് ഫിനാൽ ഹൈഡ്രസിൻ ദ കോമ്പൗണ്ട് ഫോംഡ് ഈസ് ഓസസോൺ. അപ്പോൾ ഓസസോൺ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി ഇൻവോൾവ് ചെയ്യുന്ന കാർബൺ ഫസ്റ്റ് കാർബണും സെക്കൻഡ് കാർബണും ആയിരിക്കും. പി എന്നുള്ള കോമ്പൗണ്ട് ഈസ് അഗെയിൻ റിയാക്ടിങ് വിത്ത് എക്സസ് ഫിനാൽ ഹൈഡ്രസോൺ ആൻഡ് ഈൽഡിങ് ദ സെയിം ഓസസോൺ വിച്ച് എം ഇസ് ഈൽഡഡ്. അപ്പോൾ എം എന്ന് വരുന്ന ഓസസോണിൻ്റെ സ്ട്രക്ചറും പി എന്ന് വരുന്ന ഓസസോണിൻ്റെ സ്ട്രക്ചറും സെയിം ആയിരിക്കണം. പി എന്ന് വരുന്ന ഓസസോണിൻ്റെ സ്ട്രക്ചറും എം എന്ന് വരുന്ന ഓസസോണിൻ്റെ സ്ട്രക്ചറും സെയിം ആവണമെങ്കിൽ പി ഹാസ് ദി ഓൾമോസ്റ്റ് സിമിലർ സ്ട്രക്ചർ ഓഫ് ദാറ്റ് ഓഫ് എം. പറഞ്ഞാൽ ഫസ്റ്റ് കാർബണിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് തന്നെ ആയിരിക്കും, സെക്കൻഡ് കാർബണിലാണ് ഡിഫറൻസ് വരുന്നത്. നമ്മൾക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ എം എന്നുള്ള എനാൻഷ്യോമർ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓസസോൺ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കാർബണും സെക്കൻഡ് കാർബണുമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് കാർബണും സെക്കൻഡ് കാർബണും തേർഡ് കാർബണും കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസ് ഒക്കെ സെയിം ആണ്, ക്വസ്റ്റ്യനിലുള്ളതുപോലെ സെയിം ആണ്, അതിലൊന്നും ഒരു ചേഞ്ചും വരുന്നില്ല. വെൻ എം ഇസ് റിയാക്ടിങ് വിത്ത് എക്സസ് ഫിനാൽ ഹൈഡ്രസിൻ ഫസ്റ്റ് കാർബൺ സി ഡബിൾ ബോണ്ട് NH ആവുന്നത്, സെക്കൻഡ് കാർബണിലും ഫിനാൽ ഹൈഡ്രസിൻ അറ്റാച്ച് ചെയ്യുന്നു. ഈ ഒരു കോമ്പൗണ്ടിനാണ് നമ്മൾ ഓസസോൺ എന്ന് പറയുന്നത്. തേർഡ് കാർബണിന്റെ കോൺഫിഗറേഷൻ അങ്ങനെ തന്നെയാണ്. ഇതാണ് എം എന്ന് വരുന്ന ഓസസോണിന്റെ സ്ട്രക്ചർ. ക്വസ്റ്റ്യൻ പ്രകാരം പി എന്ന് വരുന്ന ഓസസോണിന്റെ സ്ട്രക്ചറും സെയിം ഇത് തന്നെയാണ്. അങ്ങനെ പി എന്ന് വരുന്ന ഓസസോണിന്റെ സ്ട്രക്ചറും സെയിം അത് തന്നെ ആവണമെങ്കിൽ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, ഫസ്റ്റ് കാർബൺ ആൽഡിഹൈഡ് ഗ്രൂപ്പ് തന്നെയായിരിക്കും. സെക്കൻഡ് കാർബണിൽ എമ്മിന്റെ സെക്കൻഡ് കാർബണിലും പിയുടെ സെക്കൻഡ് കാർബണിലാണ് ഡിഫറൻസ് വരുന്നത്. ഗ്രൂപ്പ്സ് സെയിം തന്നെയാണ്, OHും Hഉം തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഓറിയന്റേഷനാണ് ഡിഫറെൻ്റ് വരുന്നത്. സ്റ്റീരിയോ കെമിസ്ട്രിയാണ് ഡിഫറെൻ്റ് വരുന്നത്. എമ്മിൽ OH ലെഫ്റ്റ് ഓറിയന്റഡ് ആണെങ്കിൽ പിയിൽ OH റൈറ്റ് ഓറിയന്റഡ് ആയിരിക്കും. എമ്മിൽ H റൈറ്റ് ഓറിയന്റഡ് ആണെങ്കിൽ പിയിൽ H ലെഫ്റ്റ് ഓറിയന്റഡ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് കോമ്പൗണ്ട്സിന് മാത്രമേ സെയിം ഓസസോണിന് തരാൻ പറ്റും. അപ്പോൾ ഓസസോൺ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫസ്റ്റ് കാർബണും സെക്കൻഡ് കാർബണുമാണ് ഇൻവോൾവ് ചെയ്യുന്നത് ഓർക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ്, അപ്പോൾ പിയുടെ സ്ട്രക്ചർ നമ്മൾക്ക് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പി ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ആൻഡ് നിക്കൽ. ഹൈഡ്രജൻ ആൻഡ് നിക്കൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഇവിടെ ഇല്ല റെഡ്യൂസിങ് ഗ്രൂപ്പ് എന്നുള്ളത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്താൽ നമ്മൾക്ക് പ്രൈമറി ആൽക്കഹോളാണ് കിട്ടുക. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ പറഞ്ഞാൽ CH2OH ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഈ CH2OH ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ബാക്കിയുള്ള കോൺഫിഗറേഷനൊക്കെ സെയിം. അപ്പോൾ നോക്കി, ഈ പി എന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് കാർബണിലെ OH റൈറ്റ് ഓറിയന്റഡ് ആയി. അപ്പോൾ റൈറ്റ് ഓറിയന്റഡ് OH തേർഡ് കാർബണിൽ സെയിം എന്താണ് ഇവിടെയുള്ള കോൺഫിഗറേഷൻ അത് തന്നെയാണ്. തേർഡ് കാർബണിൽ ഇവിടെ OH റൈറ്റ് ഡയറക്ഷനിലുള്ളത്, അപ്പോൾ ഇവിടെ റൈറ്റ് ഡയറക്ഷനിലുള്ളത്. അപ്പോൾ ഇതാണ് ക്യൂ എന്നുള്ള കോമ്പൗണ്ട് ആൽക്കഹോള്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് ആൻസർ എന്നുള്ളത്. സിമിലർ സ്ട്രക്ചർ വരുന്നത് B ആണ്. B ഈസ് ദ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ദ മേജർ പ്രോഡക്റ്റ് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്റ്റൻറ്റിൽ ഒരു ആൽക്കീൻ ഡബിൾ ബോണ്ടും ഉണ്ട്, ഒരു CO ഡബിൾ ബോണ്ടും ഉണ്ട്. നോക്ക്, ദിസ് കോമ്പൗണ്ട് ഈസ് ഫസ്റ്റ് റിയാക്ടിങ് വിത്ത് CH2I2 ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് കോപ്പർ കപ്പിൾ. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ ആൽക്കീൻ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആൽക്കീൻ കോമ്പൗണ്ട് CH2I2 ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് കോപ്പർ കപ്പിളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അവിടെ നടക്കുന്നത് CH2 ഇൻസേർഷൻ ആണ്. ആൽക്കീൻ ഡബിൾ ബോണ്ടിന്റെ ഇടയിലേക്ക് CH2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു സൈക്ലോപ്രോപ്പൈൻ റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. സൈക്ലോപ്രോപ്പൈൻ റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് റിയേജൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്ക്, രണ്ടാമത്തെ റിയാക്ടന്റ് ലിഥിയം ഇൻ ലിക്വിഡ് അമോണിയ ആണ്. ലിഥിയം ഇൻ ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ ലിഥിയം ലിക്വിഡ് അമോണിയയിൽ അയോണൈസ് ചെയ്തിട്ട്, ലിഥിയം ഈസ് എൻ ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽ, ലിഥിയം അയോണൈസ് ചെയ്തിട്ട് ലിഥിയം ++1 ഇലക്ട്രോൺ ഫോം ചെയ്യും. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്താ നടക്കുകയെന്ന് വെച്ചാൽ ഈ C ഡബിൾ ബോണ്ട് ഓലത്തെ പൈ ബോണ്ട് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം ഓക്സിജനിൽ ഒരു നെഗറ്റീവ് ചാർജ് വരും, തൊട്ടടുത്ത് കാർബണിൽ പോസിറ്റീവ് ചാർജ് വരും. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ഇവിടുന്ന് റിലീസ് ചെയ്ത ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ പോസിറ്റീവ് ചാർജ് നള്ളിഫൈ ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിൽ വൺ മോർ ലിഥിയം ഓക്സിഡൈസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രോൺ കൂടെ റിമൂവ് ചെയ്യും. ആ ഇലക്ട്രോണിന് എഗെയിൻ ദിസ്
കാർബണിൽ കാർബൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് കാർബൺ റാഡിക്കലാവും. ഈ കാർബൺ റാഡിക്കലിൻ്റെ പ്രസൻസിൽ ഈ തൊട്ടടുത്ത കാർബൺ, ഈ കാർബൺ റാഡിക്കലിൻ്റെ തൊട്ടടുത്ത കാർബൺ, സൈക്ലോപ്രോപ്പൈൻ റിങ് വരുന്ന തൊട്ടടുത്ത കാർബണിൽ ഹോമോളിസിസ് നടന്നിട്ട് അവിടെ റാഡിക്കൽ ഫോം ചെയ്യും. ഇങ്ങനെ ഇവിടെ ഹോമോളിസിസ് നടക്കും. അപ്പോൾ ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരും, ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരും. തൊട്ടടുത്ത അൺപെയർഡ് ഇലക്ട്രോൺ വന്നു കഴിയുമ്പോൾ ഇവിടെ പെയറിങ് നടക്കും. പെയറിങ് നടക്കുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഡബിൾ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു കീറ്റോ ഇനോൾ ടോട്ടോമറിക് ഫോം പോലെ ആയിരിക്കുക. അപ്പോൾ ഓക്സിജനിലെ നെഗറ്റീവ് ചാർജ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. തിരിച്ചിത് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എച്ച് വരും, ഇവിടെ എച്ച് വരും. നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടും. ഇതാണ് പ്രോഡക്റ്റ് കിട്ടുക. അപ്പോൾ മെക്കാനിസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതാണ് മെക്കാനിസം. അപ്പോൾ അവർ റൈറ്റ് ആൻസർ ഈസ് എ. ദ ക്വസ്റ്റ്യൻ ഈസ് reaction of one hexyl radical to the given molecule follows the order. അപ്പോൾ റാഡിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ആണ്. റാഡിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എപ്പോഴും ഫാസ്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുക ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സെൻറ്ററിലായിരിക്കും. റാഡിക്കൽ പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ റിച്ച് സെൻറ്ററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ റാഡിക്കൽ പെട്ടെന്ന് പോയിട്ട് അറ്റാക്ക് ചെയ്യുക എവിടെയാണോ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി മോർ ഉള്ളത് അവിടെ റാഡിക്കൽ റിയാക്ഷൻ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് തന്ന കോമ്പൗണ്ട് PQR നോക്കുകയാണെങ്കിൽ COOMe എസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പാണ്. ഇവിടെ Y എന്ന് പറഞ്ഞത് എസ്റ്റർ ഗ്രൂപ്പാണ്. എസ്റ്റർ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആറിലെ കോമ്പൗണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആറിൽ 2 ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പ് ഉണ്ട്. Qയിൽ 1 ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പേ ഉള്ളൂ, Pയിലും 1 ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ മോർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട് ഈ തന്നതിൽ 6ആണ്. അപ്പോൾ റാഡിക്കൽ പെട്ടെന്ന് പോയിട്ട് അറ്റാക്ക് ചെയ്യുക 6ലായിരിക്കും. അപ്പോൾ ഏറ്റവും മോർ റേറ്റ് കാണുന്നത് 6ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴായിരിക്കും. 6ലാണ് മോർ. പിന്നെ നമ്മൾ പിയും ക്യൂവും കമ്പയർ ചെയ്യുകയാണെങ്കിൽ പിയിലും COMe ഉണ്ട്, ക്യൂവിലും COMe ഉണ്ട്. രണ്ടിലും COMe ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ എഫക്റ്റ് ഒരേപോലെയാണ്. പക്ഷെ ക്യൂവിൽ നോക്കുകയാണെങ്കിൽ ക്യൂവിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പിന് പ്ലസ് ആയി ഇഫക്റ്റാണ് ഉള്ളത്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ COMe ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വെച്ചിട്ട് കുറച്ച് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടായി. ആ കുറച്ച് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി കോമ്പൻസേറ്റ് ആയി. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് ക്യൂവിൽ ഉള്ളതുകൊണ്ട് മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കമ്പയർഡ് ടു പി കുറവായിരിക്കും. അപ്പോൾ പി ആണ് മോർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ദാൻ ക്യൂ. അപ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആറാണ് മോർ ഡെഫിഷ്യൻറ്റ്, പിന്നെ പി, പിന്നെ ക്യൂ, ദെൻ RPQ എന്നുള്ളതായിരിക്കും നമ്മുടെ റിയാക്ഷൻ റേറ്റ്. മേജർ പ്രോഡക്റ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് ഈ റിയാക്ഷൻ്റെ മേജർ പ്രോഡക്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ബ്രോമിൻ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ആ 2 ബ്രോമിൻ ഐസോട്ടോപ്പിക് ബ്രോമിൻ ആണ്. ബ്രോമിൻ 82 ആണ്. നോർമലി ബ്രോമിൻ്റെ അറ്റോമിക് നമ്പർ 79 ആണ്. അപ്പോൾ ഈ സോഡിയം അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. E2 സൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ E2 എലിമിനേഷൻ ആണ്. E2 എലിമിനേഷൻ എപ്പോഴും ആൻറ്റി എലിമിനേഷൻ ആയിരിക്കും. 2 ഓപ്പോസിറ്റ് സൈഡ്സിലെ ഗ്രൂപ്പ് ആയിരിക്കും എലിമിനേറ്റ് ചെയ്യുക. എപ്പോഴും ബൾക്കി ഗ്രൂപ്പ്സിൻ്റെ എലിമിനേഷൻ ആണ് ഫേവേർഡ് എലിമിനേഷൻ. അപ്പോൾ ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത് ബ്രോമിൻ, ഐസോട്ടോപ്പിക് ബ്രോമിൻ ആണ്. മോളിക്കുലർ വെയിറ്റ് കൂടുതലുള്ള ബ്രോമിൻ, ആ ബ്രോമിൻ മോളിക്കുളാണ് എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ ആ ബ്രോമിൻ മോളിക്കുൾ എലിമിനേറ്റ് ചെയ്യുമ്പം രണ്ടും ആൻറ്റി പൊസിഷനിലായിരിക്കണം. അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരേപോലത്തെ ബോണ്ടാണുള്ളത് ഇല്ലേ, ഒരേപോലത്തെ പോയിന്റിങ് ടുവേർഡ്സ് യു പറഞ്ഞാൽ രണ്ടും സെയിം ഡിറക്ഷനിലുള്ളത്. ഇത് രണ്ടും വേറെ വേറെ ഡിറക്ഷനിലുള്ളത്. അപ്പോൾ ഇതാണ് ആൻറ്റി പൊസിഷനിലുള്ള ബോൺസ്. അപ്പോൾ ഇവിടുത്തെ ഈ ബ്രോമിനും ഇവിടുത്തെ ഈ ബ്രോമിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ബ്രോമിൻ മോളിക്കുളായിട്ട് എലിമിനേറ്റ് ചെയ്യും. എലിമിനേറ്റ് ചെയ്യുമ്പം ഇവിടെ ഒരു ആൽക്കീൻ ഫോം ചെയ്യും. അപ്പോൾ ആൻറ്റി പൊസിഷനിലത്തെ എലിമിനേഷനാണ്, ആൻറ്റി എലിമിനേഷനാണ്, E2 മെക്കാനിസം ആണ്. അപ്പോൾ നമ്മൾക്ക് ആൽക്കീൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഫേവേർഡ് പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ ഫേവേർഡ് പ്രോഡക്റ്റ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. The diagram that best describes the variation of viscosity of water with temperature. Viscosity of water ആണെങ്കിലും എനി ലിക്വിഡ് ആണെങ്കിലും ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഡിക്രീസാണ് ചെയ്യുക. ഇനി എന്ത് സോൾവെൻ്റ് ആണെങ്കിലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി ഡിക്രീസിങ് എന്നുള്ളത് ഒരിക്കലും വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്ത് 0യിലേക്ക് വരില്ല. ഒരു പർട്ടിക്കുലർ ഏത് ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വിസ്കോസിറ്റീൻ്റെ ഡിക്രീസിങ് നമ്മൾ
എക്സ്പൊണൻഷ്യൽ ഡിക്രീസിങ് എന്ന് പറയാം. വിസ്കോസിറ്റി ഈസ് എക്സ്പൊണൻഷ്യലി ഡിക്രീസ്ഡ് വിത്ത് ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ y ആക്സിസിൽ വിസ്കോസിറ്റി ആയുള്ളത്, എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ആയുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എ ഓപ്ഷൻ നോക്കുകയാണെങ്കിലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഡിക്രീസിങ് എക്സ്പൊണൻഷ്യൽ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്. ഇനി നിങ്ങൾ ബി നോക്കുകയാണെങ്കിൽ വിസ്കോസിറ്റി ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ ആണ്. ഇത് റോങ് ആൻസർ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ വിസ്കോസിറ്റി ഈസ് ഇൻക്രീസിങ് വിത്ത് ടെമ്പറേച്ചർ ആണ്. റോങ് ആൻസർ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ വിസ്കോസിറ്റി ഈസ് ഗ്രാജുവലി ഡിക്രീസിങ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ ആണ്. ഇവിടെ എക്സ്പൊണൻഷ്യൽ ഡിക്രീസിങ് അല്ല. ആക്ച്വലി വിസ്കോസിറ്റി ഈസ് എക്സ്പൊണൻഷ്യലി ഡിക്രീസിങ് വിത്ത് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ദ SI യൂണിറ്റ് ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഈസ്. അപ്പം നമ്മൾ എങ്ങനെയാണ് മോളാർ കണ്ടക്ടിവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക? മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ഇനി എന്താണ് കാപ്പ എന്ന് പറഞ്ഞാൽ? കാപ്പ എന്ന് പറഞ്ഞാൽ 1/r ഇൻറ്റു L ബൈ എ. 1/r, ആർ പറഞ്ഞാൽ റെസിസ്റ്റൻസ്, എൽ പറഞ്ഞാൽ ലെങ്ത് ഡിസ്റ്റൻസ്, എ പറഞ്ഞാൽ ഏരിയ. അപ്പോൾ 1/r റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. 1/r പറയുമ്പോൾ ഓം ഇൻവേഴ്സ്. മീറ്ററിൻ്റെ യൂണിറ്റ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ മീറ്റർ ബൈ മീറ്റർ സ്ക്വയർ. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് കിട്ടും. ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സിനെ തന്നെയാണ് നമ്മൾ സൈമൺ എന്ന് പറയുന്നത്. സൈമൺ മീറ്റർ ഇൻവേഴ്സ് ആണ് കാപ്പയുടെ യൂണിറ്റ്. പറയേണ്ടത് മൊളാരിറ്റീൻ്റെ യൂണിറ്റ് ആണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മോൾസ് പെർ ലിറ്റർ ആണ്. മോൾസ് പെർ ലിറ്ററിന് നമുക്ക് മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ മോൾസ് പെർ മീറ്റർ ക്യൂബ്, മോൾ മീറ്റർ റൈസ് ടു -3. ഇനി ഇത് രണ്ടും നമ്മൾ ലാംഡ എമ്മിൽ മോളാർ കണ്ടക്ടിവിറ്റിയിൽ കൊടുക്കുകയാണെങ്കിൽ കാപ്പയുടെ യൂണിറ്റ് സൈമൺ മീറ്റർ ഇൻവേഴ്സ്, മോളിൻ്റെ യൂണിറ്റ് മോൾ മീറ്റർ റൈസ് ടു -3. ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ സൈമൺ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇതാണ് യൂണിറ്റ് ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ ആൻസർ ഇസ് ഡി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ദ സിസ്റ്റം വിത്ത് ദ ലോവസ്റ്റ് 0 പോയിന്റ് എനർജി വെൻ ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു എ 1-dimensional ബോക്സ് ഓഫ് ലെങ്ത് എൽ ഈസ്. ഈ ക്വസ്റ്റ്യൻ ക്വാണ്ടം കെമിസ്ട്രി എന്നാണ്. എപ്പോഴും ഒരു ബോഡിയുടെ 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത് വിച്ച് ഈസ് directly proportional to 1 by mass of the particle അല്ലെങ്കിൽ inversely proportional to the mass of the particle. 0 point energy is inversely proportional to the mass of the particle. അപ്പോൾ ഇവിടെ 0 point എനർജിയാണ് കാണേണ്ടത്. ലോവസ്റ്റ് 0 point എനർജിയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി ഏത് പാർട്ടിക്കിൾസിനാണ് ഹയസ്റ്റ് മാസ് ഉള്ളത്, ആ പാർട്ടിക്കിളിനായിരിക്കും ലോവസ്റ്റ് 0 point എനർജി. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ഹയസ്റ്റ് മാസ് ഉള്ളത് ഹീലിയം ആറ്റത്തിനാണ്. അപ്പോൾ ലോവസ്റ്റ് 0 point എനർജി ഉള്ളത് ഹീലിയം ആറ്റത്തിനായിരിക്കും. Therefore the answer is C. Next question number 8. The metal ion present in human carbonic anhydrase is. Human carbonic anhydrase എന്ന് പറഞ്ഞാൽ it is an enzyme ആണ്. ഈ എൻസൈമിലുള്ള മെറ്റൽ സിങ്ക് +2 ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. Zn2+ ആണ്. Zn2+ൽ 3 ഹിസ്റ്റമിൻ യൂണിറ്റ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് പൊസിഷൻ ഈസ് കോർഡിനേറ്റഡ് ബൈ വാട്ടർ മോളിക്യൂൾ. അപ്പോൾ സിങ്ക് 2+ലുള്ള എൻസൈം ആണ് കാർബോണിക് അൺഹൈഡ്രേസ്. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് Zn2+. ആൻസർ ഈസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9. ദ ഓക്സോ ആസിഡോ, ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ടില്ല, സൾഫറിൻ്റെ ഡിഫറെൻറ്റ് ഓക്സോ ആസിഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏത് ഓക്സോ ആസിഡിലാണ് സൾഫർ ഓക്സിജൻ സൾഫർ ബോണ്ട് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ പൈറോസൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ പൈറോസൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കെമിക്കൽ ഫോർമുല H2S2O7 ആണ്. അപ്പോൾ H2S2O7ൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. SOS, ഇവിടെ SOS ബോണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അറിയേണ്ടത് SOS ബോണ്ടാണ്. അപ്പോൾ H2S2O7 പൈറോസൾഫ്യൂരിക് ആസിഡിൻ്റെ അകത്ത് SOS ബോണ്ട് ഉണ്ട്. നമുക്ക് ബാക്കിയുള്ളത് കൂടെ നോക്കാം. പൈറോസൾഫ്യൂറസ് ആസിഡ് പറഞ്ഞാൽ H2S2O5 ആണ്. H2S2O5 ഇതിൻ്റെ അകത്ത് SOS ബോണ്ട് ഇല്ല. നെക്സ്റ്റ് ഡൈതയോണസ് ആസിഡ് പറഞ്ഞാൽ H2S2O4 ആണ്. H2S2O4ൻ്റെ അകത്തും SOS ബോണ്ട് ഇല്ല. നെക്സ്റ്റ് ഉള്ളത് ഡൈതയോണിക് ആസിഡ് ആണ്. H2S2O6 ഇതിൻ്റെ അകത്തും SOS ബോണ്ട് ഇല്ല. അപ്പോൾ SOS ബോണ്ട് ഉള്ളത് പൈറോസൾഫ്യൂരിക് ആസിഡിലാണ്. അപ്പോൾ ആൻസർ ഈസ് എ, പൈറോസൾഫ്യൂരിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഈസ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലാത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. എൻ ആൽക്കലൈൻ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഓഫ് എ കോമ്പൗണ്ട് പ്രൊഡ്യൂസ്
a yellow colored solution on addition of sodium metaborate. The compound is എന്താന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് സോഡിയം മെറ്റാബോറേറ്റ് NaBO3 സോഡിയം ബോറേറ്റ് എപ്പോഴും ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യും. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഫോം ചെയ്യുക. ഇത് നമ്മൾക്കറിയാം ഇവിടെ റിയാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇനി അറിയേണ്ടത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ തന്ന കോമ്പൗണ്ടിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് അറിയേണ്ടത്. അപ്പം മാംഗനീസ് ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ പിങ്ക് കളേർഡ് സൊല്യൂഷൻ ആണ്. ലെഡ് എന്ന് പറഞ്ഞാൽ കളർലെസ് ആണ്. ക്രോമിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളേർഡ് സൊല്യൂഷൻ ആണ്. ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളേർഡ് സൊല്യൂഷൻ ആണ്. റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സപ്പോസ് നമ്മൾ ക്രോമിയം ഹൈഡ്രോക്സൈഡ് എടുക്കുകയാണെങ്കിൽ ക്രോമിയം ഹൈഡ്രോക്സൈഡിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. +3 ക്രോമിയം ഹൈഡ്രോക്സൈഡ് കളറാണ് ഗ്രീൻ കളർ. അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് വൺ ഓഫ് ദി വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഈ ക്രോമിയം ഹൈഡ്രോക്സൈഡിനെ ഇത് ഓക്സിഡൈസ് ചെയ്തിട്ട് ക്രോമിയം 3നെ ക്രോമിയം 6 ആക്കും. ക്രോമിയം +3നെ ഓക്സിഡൈസ് ചെയ്തിട്ട് ക്രോമിയം +6 ആക്കും. ക്രോമിയം +3ൻ്റെ കളറാണ് ഗ്രീന്. ക്രോമിയം +6 ആകുമ്പം ഇതിൻ്റെ കളറ് യെല്ലോ ആണ്, യെല്ലോ കളർ. അപ്പം നോക്ക്, നമ്മുടെ കോമ്പൗണ്ട് ചെയ്ത് യെല്ലോ കളേർഡ് സൊല്യൂഷൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ദ ആൻസർ ഈസ് ക്രോമിയം ആണ്. ക്രോമിയം ഹൈഡ്രോക്സൈഡ് ആണ് ആൻസർ. 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അടുത്ത 10 ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു.